ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 300-ലധികം പേർ ചികിത്സ തേടിയതായാണ് കണക്കുകൾ. 5 വയസ്സിൽ താഴെയുള്ള 20 കുട്ടികൾക്കും വിഷബാധയേറ്റു. കാക്കനാട് ഫ്ളാറ്റിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക്. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ആയിട്ടാണ് എൻ്റെ വൈഫിന് തുടങ്ങുന്നത്. അപ്പോൾ ഇതാണൊരു വെള്ളത്തിൽ നിന്നുള്ള കണ്ടാമിനേറ്റഡ് വാട്ടർ എന്നുള്ളതാണെന്ന് നമ്മൾ അറിയില്ല. ഭയങ്കര ഛർദി തുടങ്ങി, പിന്നെ വയറിളക്കം നിൽക്കാതെ പോവുക. അത് ഹോസ്പിറ്റലിൽ പോയിട്ടും 2-3 പ്രാവശ്യം മെഡിസിൻ മാറി കഴിച്ചു. അങ്ങനെയാണത് മാറിയത്. അപ്പോൾ അത് തുടങ്ങി ഗ്രൂപ്പുകളിൽ ചർച്ച വന്നു. 1, 2, 3, 4 ആൾക്കാരായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി സെയിം സിംറ്റം. അങ്ങനെ ജനറൽ എല്ലാവരും കൂടെ സംസാരിച്ച് വന്നപ്പോൾ ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാവർക്കും എഫക്റ്റഡാണ്. അത് തെറ്റായിരിക്കും. ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ്. കാരണം അത് എഫക്റ്റ് ചെയ്ത വീട്ടുകാർക്ക് അതിൻ്റെ ആശങ്ക അറിയുള്ളൂ. അത് തെറ്റാണ്. കുട്ടികളെയും പ്രായമായിട്ടുള്ള ആൾക്കാരും വെച്ചിട്ട് എവിടേക്ക് ഓടും? കീർത്തി മോഹൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. കീർത്തി, വലിയ രീതിയിലുള്ള ഒരു അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. കാരണം 300-ലധികം പേർ വിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളടക്കം നിരവധി പേർ ചികിത്സയിൽ കഴിയുന്നവരിലുണ്ട്. എന്താണ് ഈ സംഭവത്തിന് ഒരു കണ്ടെത്തലായി പറയുന്നത്? DMO അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന്. എന്താണ് ഈ ഒരു വിഷബാധ ഏൽക്കുന്നതിന് കാരണമായി പറയുന്നത്? ഇപ്പോൾ DMOയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ്. തൃക്കാക്കര MLA ഉമാ തോമസ് അടക്കമുള്ളവർ അവിടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. താമസക്കാരുമായും ഒപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷനിലുള്ള ഭാരവാഹികളുമായും അവിടെ അവർ സംസാരിക്കുന്നുണ്ട്. അവിടുത്തെ ആളുകൾ പലതരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത് വെള്ളത്തിൽ നിന്നുമാണ് ഇത്തരം പ്രശ്നമുണ്ടായതെന്ന്. ഇത് കഴിഞ്ഞ 1-2 ദിവസമായി ഉണ്ടായിരുന്ന ഒരു സംഭവമല്ല. ഇത് മെയ് 24-ാം തീയതി തന്നെ ആളുകളിൽ രോഗലക്ഷണം കാണുകയും ഛർദിയും ഒപ്പം തന്നെ വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ അധികം അറിയാതിരുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഫ്ലാറ്റ്. 15 ടവറുകളാണ് ഇവിടെ ഉള്ളത്. 15 ടവറുകളിലായി 1268 ഫ്ലാറ്റുകളാണുള്ളത്. ഇവിടെ തന്നെ 5000-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. ഇവിടെ ക്യൂ ബ്ലോക്കിലാണ് കൂടുതലും ആളുകൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ, ഈ ഛർദിയും വയറിളക്കവും തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ആദ്യം കണ്ടുവന്നിരുന്നത്. ആദ്യം ആളുകൾ കരുതിയത് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സ്വിഗ്ഗി ഒക്കെ ഓർഡർ ചെയ്തതുകൊണ്ടോ അത്തരം ഭക്ഷണത്തിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് കരുതിയത്. പിന്നീടാണ് ഇത് കൂടുതൽ ആളുകൾക്ക് ഇത്തരം രോഗലക്ഷണങ്ങളൊക്കെ തന്നെ കണ്ടുവന്നിരുന്നത്. പിന്നീട് പരിശോധന നടത്തിയിരുന്നു. അതിൽ ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഈക്കോളി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ ഇവിടുത്തെ താമസക്കാരൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇവർ പറയുന്ന മറ്റു കാര്യം, ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. നേരത്തെ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു ഗുരുതര പ്രശ്നമൊന്നും തന്നെയില്ല, ഇവിടുത്തെ ആളുകളുടെ ആരോഗ്യനില തൃപ്തികരമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തും. പലതരത്തിലുള്ള ജലസ്രോതസ്സുകളാണ് ഇവിടെയുള്ളത്. ഒന്ന് ഫ്ളാറ്റുകളിലെ കിണറുകൾ, മറ്റൊന്ന് മഴവെള്ള സംഭരണി, മറ്റൊന്ന് മുനിസിപ്പൽ ലൈനിലൂടെ വരുന്ന വെള്ളം. വ്യക്തമാണ്. കാക്കനാട് ഫ്ളാറ്റിലെ 300-ലധികം പേർക്ക് വിഷബാധയേറ്റ സംഭവത്തിൽ DMOയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുകയാണ്. എന്താണ് ഭക്ഷ്യവിഷബാധയ്ക്കുണ്ടായ കാരണം എന്ന് കണ്ടെത്തുന്നതിലാണ് യോഗം. സ്ഥലത്തെ ജനപ്രതിനിധികളടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നു. കീർത്തി മോഹനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.